പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. സാമ്പത്തിക യുദ്ധവും വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലും തുടരുകയാണ്. ഇറാനെതിരെ എക്കണോമിക് ഡേ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നീക്കമാണ് ട്രംപ് ശക്തമാക്കിയിരിക്കുന്നത്. ഇറാന് മാത്രമല്ല, ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ട്രംപ് പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ശക്തമായ സാമ്പത്തിക യുദ്ധം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഹോർമുസിൽ അമേരിക്ക മേധാവിത്വം ഉറപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ സാമ്പത്തിക യുദ്ധം കൂടുതൽ ശക്തമാക്കുന്നത്. എന്നാൽ ഇതിലും ഒട്ടും കൂസലില്ലാത്ത പ്രതികരണമാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. അമേരിക്ക ഈ യുദ്ധവും തോൽക്കാൻ പോവുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ഇനി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലുണ്ടായാൽ കൂടുതൽ വിനാശകാരിയായ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് IRGCയും ഭീഷണി മുഴക്കുന്നു. ട്രംപിന്റെ പുതിയ സാമ്പത്തിക യുദ്ധം ഇറാനെ മുട്ടുകുത്തിക്കുമോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഒരു രാജ്യത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കടുത്ത സാമ്പത്തിക നടപടിയാണ് ഇറാനെതിരെ പ്രഖ്യാപിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് ഇറാനെതിരായ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാൻ ഉയർത്തുന്ന ഭീഷണി നേരിടാനും അവരെ ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും അമേരിക്കയ്ക്കൊപ്പം സഖ്യകക്ഷികൾ നിലയുറപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എക്കണോമിക് ഡേ പ്രഖ്യാപിച്ച ട്രംപ് ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എണ്ണക്കടത്ത്, സ്വാപ്പ് ലൈനുകൾ, പണമിടപാടുകൾ, എക്സ്ചേഞ്ച് ഹൌസുകൾ, കപ്പൽ രജിസ്ട്രേഷനുകൾ, വ്യാജ കമ്പനികൾ തുടങ്ങിയവയുമായുള്ള ബന്ധം ഉടൻ അവസാനിപ്പിക്കണം എന്നതാണ് ട്രംപ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ പിന്തുണയോ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങളെയോ ബിസിനസ്സുകളെയോ വിമാനത്താവളങ്ങളെയോ സർക്കാർ സംവിധാനങ്ങളെയോ അനുവദിക്കുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് രാജ്യങ്ങൾക്ക് തന്നെ നന്നായി അറിയാമെന്നും ട്രംപ് പറയുന്നു. ഇറാനുമായി ഒരു കരാറിലെത്താൻ താൻ നൽകിയതിനേക്കാൾ വലിയൊരു അവസരം മറ്റാരും നൽകിയിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ആ അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടെന്നും ട്രംപ് പറയുന്നു. താൻ പ്രഖ്യാപിച്ച പുതിയ നീക്കം അഭൂതപൂർവമായ സാമ്പത്തിക യുദ്ധവും ഒറ്റപ്പെടുത്തലുമായിരിക്കും ഇറാൻ ഉണ്ടാക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ നാവികസേന തകർന്നിരിക്കുകയാണ്. വ്യോമസേന ആകെ നശിപ്പിക്കപ്പെട്ടു. സൈനിക ഫാക്ടറികൾ അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. അവരുടെ കറൻസിക്ക് യാതൊരു മൂല്യവുമില്ല. രാജ്യം തന്നെ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് പറയുന്നു. ഇതൊരു നിർണായക സാമ്പത്തിക പോരാട്ടമായിരിക്കും എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ആ ഭ്രാന്തന്മാർ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് എന്നതാണ് പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. ചരിത്രപ്രധാനമായ ഈ നടപടികൾ അവരെയും ആഗോളതലത്തിൽ ഭീകരത പടർത്താനുള്ള അവരുടെ ശേഷിയെയും തകർത്തെറിയും എന്ന് ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിന്റെ ഈ ഭീഷണിക്ക് പിന്നാലെ ഇറാന്റെ മറുപടി വന്നു. നിലവിലെ സാമ്പത്തിക യുദ്ധത്തിലും അമേരിക്ക തോൽക്കും എന്നതാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ഇറാൻ അമേരിക്കയുടെ കുതിച്ചുയർന്ന കടത്തിൽ നിന്നും പലിശ നിരക്കിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയാണ് ഇക്കാര്യം പറഞ്ഞത്. പരാജയപ്പെട്ട നയങ്ങൾ വീണ്ടും നടപ്പിലാക്കുന്നത് അമേരിക്കയെ കൂടുതൽ പരാജയങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരാജയപ്പെട്ട നയങ്ങൾ എന്നതുകൊണ്ട് അഗ്രച്ചി ഉദ്ദേശിച്ചത് നേരത്തെയും സാമ്പത്തികമായി ഇറാനെ എത്രയോ പതിറ്റാണ്ടായി അമേരിക്ക വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അതൊക്കെയും മറികടന്ന രാഷ്ട്രമാണ് തങ്ങളുടേത്. അതിനുശേഷമാണ് നേരിട്ടുള്ള യുദ്ധം തുടങ്ങിയത്. അതിലും പരാജയപ്പെട്ടതിന് ശേഷമല്ലേ ട്രംപ് ഇപ്പോൾ സാമ്പത്തിക യുദ്ധം വീണ്ടും കടുപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇറാൻ ചോദിക്കുന്നത്. യുഎസിന്റെ സാമ്പത്തിക ഭീകരവാദം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണ് എന്നും അബ്ബാസ് അഗ്രച്ചി എക്സിൽ കുറിച്ചു. ഭീഷണിയുമായി IRGCയും രംഗത്ത് വന്നു. ഇറാൻ ഇപ്പോഴും ആയുധങ്ങളുടെ ഉൽപാദനം തുടരുകയാണെന്നും വീണ്ടും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ കൂടുതൽ വിനാശകാരിയായ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നുമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് സർദാർ മൊഹബ്ബി പറഞ്ഞത്. ഇറാന്റെ സർക്കാർ നിയന്ത്രണത്തിലുള്ള വാർത്താ സംപ്രേഷണ സ്ഥാപനമായ IRIB ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. IRGC മിസൈലുകളിൽ ഉപയോഗിക്കുന്ന വാർഹെഡുകളുടെ വിനാശശേഷി മുൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മുടെ ആയുധങ്ങൾ എല്ലാ തരത്തിലും മുൻകാലത്തേതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കുമെന്നതാണ് മൊഹബ്ബിയെ മുന്നറിയിപ്പ് നൽകിയത്. കടുത്ത ആഭ്യന്തര പ്രതിഷേധങ്ങളിൽ നിന്നാണ് ഇറാൻ യുദ്ധത്തിലേക്ക് നീങ്ങിയത്. യുദ്ധം 5 മാസം പിന്നിടുമ്പോൾ
ഇറാനിൽ ജനജീവിതം ദുസ്സഹമാണ്. വിലക്കയറ്റവും ദുർബലമാകുന്ന കറൻസിയും കാരണം ഇറാനികൾ ദിവസേന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. വർഷാന്തര പണപ്പെരുപ്പ നിരക്ക് 87% മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെയും പാനീയങ്ങളുടെയും വിലയിൽ ഏകദേശം 130% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിലധികം ജോലികൾ ചെയ്താലും ജീവിത ചെലവുകൾ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇറാനിലെ ജനങ്ങൾ. ഈ സാഹചര്യത്തിലും ഉപരോധം കടുപ്പിക്കുന്നത് ഇറാൻ എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാകും. ചൈന കഴിഞ്ഞാൽ ഇറാന്റെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയായിരുന്നു UAE. കഴിഞ്ഞ ദിവസമാണ് UAE ഇറാനുമായുള്ള എല്ലാ വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെച്ചത്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇരുട്ടടി കൂടി വരുന്നത്. എന്നാൽ വർഷങ്ങളായി ഉപരോധങ്ങളെ നേരിടുന്ന ഇറാൻ ചൈന പോലുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാരം, ഇടനില കമ്പനികൾ തുടങ്ങിയ വഴികളിലൂടെ നിയന്ത്രണങ്ങളെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഉപരോധത്തിന്റെ യഥാർത്ഥ ആഘാതം പ്രധാനമായും ചൈനയും മറ്റിറാന്റെ വ്യാപാര പങ്കാളികളും ട്രംപിന്റെ നടപടികൾ എത്രത്തോളം പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. ഭാവിയിൽ ഉചിതമായ ഒരു ഘട്ടത്തിൽ ഇറാനുമായി വീണ്ടും നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഈ സാധ്യത പ്രയോജനപ്പെടുത്താൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോഴും ട്രംപ് ശ്രമിക്കുന്നത്. ഇറാൻ ഈ സാമ്പത്തിക യുദ്ധവും മറികടക്കുമോ അതോ കീഴടങ്ങുമോ എന്നാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.